9 ദിവസത്തിന് ശേഷം ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ നിന്ന് മലയാളി കന്യാസ്ത്രീകൾ മോചിതരായിരിക്കുകയാണ്. രാവിലെ ബിലാസ്പൂരിലെ NIA കോടതിയാണ് സിസ്റ്റർ പ്രീതിക്കും വന്ദനയ്ക്കും ജാമ്യം അനുവദിച്ചത്. കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് സംശയത്തിന്റെ പുറത്താണെന്ന് ജാമ്യ ഉത്തരവിലുണ്ട്. കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം NIA ഉദ്യോഗസ്ഥരെ അറിയിക്കണം. 2 ആഴ്ചയിൽ ഒരിക്കൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഹാജരാകണം. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുവാനോ പരസ്യ പ്രതികരണങ്ങളോ പാടില്ലെന്നും ഉപാധിയുണ്ട്. കന്യാസ്ത്രീകളുടെ ബന്ധുക്കളും LDF UDF ജനപ്രതിനിധികളും രാവിലെ മുതൽ ദുർഗ് ജയിലിന് മുന്നിൽ തുടരുകയായിരുന്നു. ഇരുവരും പുറത്തിറങ്ങുന്നതിന് തൊട്ടുമുൻപ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സ്ഥലത്തെത്തിയിരുന്നു. PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, കന്യാസ്ത്രീകൾ മഠത്തിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കുന്നു. അവർ ജയിലിൽ നിന്ന് ഇറങ്ങി. ആരോടും മാധ്യമങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ആ രീതിയിലുള്ള ഉപാധികളാണ് ഈ കേസിലുള്ളത്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണങ്ങളില്ല. ബന്ധുക്കളും തിരിച്ചു. പക്ഷേ ഇപ്പോഴും ആ രാഷ്ട്രീയ നാടകം നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നേരത്തെ കുമ്മനം രാജശേഖരനൊക്കെ കാണിച്ചതുപോലെ അനൂപ് ആന്റണി നടത്തിയ ഒരു നീക്കം നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ കന്യാസ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ട് എത്തുന്നത്. ആ നീക്കവും നമ്മൾ കണ്ടു. അത്തരത്തിൽ BJP അതിനെ ഏത് തരത്തിലാണ് അവരുടേതാക്കി മാറ്റുന്നത്? എന്തൊക്കെയാണ് അവിടെ രാഷ്ട്രീയമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കന്യാസ്ത്രീമാർ പ്രീതി സിസ്റ്ററും വന്ദന സിസ്റ്ററും ഇപ്പോൾ ഈ മഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ കഴിഞ്ഞ 8 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം 9ാം നാൾ പുറത്തിറങ്ങി അവരെ മഠത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവർക്ക് പൊന്നാട അണിയിച്ചുകൊണ്ടാണ് CPM നേതാക്കൾ അവരെ സ്വാഗതം ചെയ്തത്. ഇടതുപക്ഷ നേതാക്കൾ എത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചണ്ടി ഉമ്മൻ MLA, അതുപോലെ തന്നെ റോജി ജോൺ MLA, അൻവർ സാദ് അടക്കമുള്ളവർ കന്യാസ്ത്രീകളുമായി സംസാരിക്കുകയാണ്. വലിയ പോരാട്ടം ആണ് കഴിഞ്ഞ 8 ദിവസവും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അവർ നടത്തിയത്. അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം അവർ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പോരാടി. NIA കോടതിയിലെത്തി. ഇന്ന് ജാമ്യം കോടതി അനുവദിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ അവർക്ക് ജാമ്യം ലഭിച്ച് അവർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദുർഗിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ നിർബന്ധിത മതപരിവർത്തനം നിങ്ങൾ നടത്തിയെന്ന് ആരോപിക്കുന്നു. ഇതിന് പിന്നാലെ ബജറംഗ് ദൾ പ്രവർത്തകർ വന്ന് കൂട്ടമായി അവർക്കെതിരെ അതിക്രമങ്ങൾ നയിക്കുന്നു. അവരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. അവരെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ മർദ്ദിക്കുന്നു. വലിയ രീതിയിലുള്ള ദുഃഖകരമായ കാഴ്ചകളും ദുരിതത്തിലൂടെയാണ് കഴിഞ്ഞ 8 ദിവസവും ഈ കന്യാസ്ത്രീകൾ കടന്നുപോയത്. 8 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ കോടതി ഇന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുത്തൊരു കേസാണിത്. സംശയത്തിന്റെ നിഴൽ മാത്രമാണ് ഇതിലുള്ളത്. ഇതിൽ പറഞ്ഞ ആരോപണങ്ങളൊന്നും തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴിയുണ്ട്. അതായത് തങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് പെൺകുട്ടികൾ എത്തിയത്. അതുപോലെ തന്നെ അതിൽ 2 പെൺകുട്ടികൾ ചെറുപ്പകാലം മുതൽ തന്നെ ക്രിസ്തുമത ആചാരത്തിന് പിന്തുടരുന്നവരാണ്. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തതെന്നുള്ള ചോദ്യം ഇനി പ്രധാനമാണ്. ആ പ്രധാനപ്പെട്ട ചോദ്യം നിലനിർത്തുന്നു. അതിനുള്ള പോരാട്ടമാണ് ഇനി അവരുടെ പിന്നിലുള്ളത്. എന്തായാലും ഇനി ഈ കേസ് റദ്ദാക്കുക, ഇത് കള്ളക്കേസാണെന്ന് തെളിയിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 ജാമ്യ വ്യവസ്ഥകളാണ് കോടതി അവർക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. രാജ്യം വിടാൻ പാടില്ല, NIA കോടതിയുടെ അനുമതിയില്ലാതെ 5000 രൂപ ബോണ്ടായി കെട്ടിവെക്കണം, 2 ആൾ ജാമ്യം, അതുപോലെ തന്നെ NIA ഓഫീസർക്ക് അറിയിക്കണം എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്, 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കണം, ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ ആ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അതുപോലെയുള്ള കടുത്ത വ്യവസ്ഥ, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല അടക്കമുള്ള കടുത്ത വ്യവസ്ഥ അവർക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. പക്ഷേ ആ വ്യവസ്ഥകളൊന്നും അവരുടെ പോരാട്ടത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല. എന്തായാലും നിയമപോരാട്ടം തുടരും. ഇനി അവരുടെ മുന്നിലുള്ള നിയമപോരാട്ടം ഈ കേസ് റദ്ദാക്കുക, ഇത് കള്ളക്കേസാണെന്ന് തെളിയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അതിനുവേണ്ടിയുള്ള പോരാട്ടം എങ്ങനെ സാധിക്കും, ഇല്ലെങ്കിൽ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം NIA ആണ് കേസ് അന്വേഷിക്കുക എന്ന് മനസ്സിലാക്കുന്നു. NIA ചോദ്യം ചെയ്യലും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത. ഇതിൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകൾക്കപ്പുറത്തേക്ക് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ പറയുന്നതനുസരിച്ച് എന്ത് തെളിവുകൾ ഹാജരാക്കിയാണ് ഈ FIR റദ്ദാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ഇവർക്ക് നേടിയെടുക്കേണ്ടതുള്ളത്. കാരണം ഇല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അലച്ചിൽ ഈ കന്യാസ്ത്രീകൾ നടത്തേണ്ടി വരും എന്നുള്ളത് ഉള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ എന്ത് നീക്കങ്ങളായിരിക്കും കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാവുക? മാത്രമല്ല, നമുക്കറിയാം അരവിന്ദ്, രാവിലെ നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്തിന്റെ നിലപാട് വിഷയത്തിൽ എന്താണ് എന്നുള്ളത് കണ്ടതാണ്. BJPയുടെ ഛത്തീസ്ഗഡിന്റെ ഔദ്യോഗിക ട്വിറ്ററിൽ എന്താണ് വന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും ഒരു വലിയ ഫൈറ്റിലേക്ക് ആയിരിക്കില്ലേ കന്യാസ്ത്രീകൾക്ക് കടക്കേണ്ടി വരിക?
തീർച്ചയായിട്ടും തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഛത്തീസ്ഗഡ് BJPയുടെ ഭാഗത്തുനിന്നോ ഒരു അനുകൂല നിലപാടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ജാമ്യം ലഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഉള്ള അവരുടെ എക്സ്പോസും സമൂഹ മാധ്യമങ്ങൾ അവർ പങ്കുവച്ച ചില ചിത്രങ്ങളും പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാണ്. സംസ്ഥാനത്ത് BJPക്ക് നേതാക്കൾ എന്തും പറഞ്ഞോട്ടെ, പക്ഷേ ഛത്തീസ്ഗഡിലെ BJPയുടെ നിലപാടെന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾക്കെതിരായുള്ള നിലപാടാണ്. പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിച്ചത് കന്യാസ്ത്രീകൾക്കെതിരായ നിലപാടാണ്. സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ചത് കന്യാസ്ത്രീകൾക്കെതിരായ നിലപാടാണ്. അപ്പോൾ എൻഐയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏത് തരത്തിലുള്ള അനുകൂല നിലപാട് ഛത്തീസ്ഗഡ് സർക്കാരോ അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ BJP നേതൃത്വമോ സ്വീകരിക്കും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഉയർന്ന കോടതികളിൽ പോയി ഈ കേസിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് കന്യാസ്ത്രീകളുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. എന്തായാലും വലിയ പോരാട്ടം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന കന്യാസ്ത്രീമാരെയാണ്. കഴിഞ്ഞ 8 ദിവസം അവർ ജയിലിൽ വലിയ രീതിയിലുള്ള പോരാട്ടം നയിച്ചിരുന്നു. കാരണം ചില ആദിവാസി പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ക്യാൻസർ രോഗികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഇത്തരത്തിൽ ഗ്രാമങ്ങളിലൊക്കെയുള്ളവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നവരാണ്. അവർ കഴിഞ്ഞ 8 ദിവസം ഇത്തരത്തിൽ അവർ അവിടെ എത്തി വലിയ പിന്തുണ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അവർ എത്തുകയും ഇതിന് പിന്നാലെ അവർ പോരാട്ടങ്ങൾ നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾക്കൊടുവിൽ NIA കോടതിയിൽ നിന്ന് അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. വലിയ നിയമ പോരാട്ടം. ഇപ്പോൾ ഇവിടെ ചില മാധ്യമപ്രവർത്തകർക്ക് നേരെ ചില അതിക്രമങ്ങൾ നടക്കുന്നു. ഇവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകരാണെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് ചില അവർ അസഭ്യം പറയുകയും ചില അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും പോലീസ് ഇടപെടുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം ഇവിടെ സംഘപരിവാർ അതുപോലെ തന്നെ ബജറംഗ് ദൾ പ്രവർത്തകർ എത്രത്തോളം അതിക്രമങ്ങൾ അഴിച്ചുവിട്ടതാണ്. സമാനമായ രീതിയിൽ ചില പ്രതിഷേധങ്ങൾ വിവിധ കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. എന്തായാലും സമാനമായ രീതിയിലാണ് ഇപ്പോൾ ചില പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും നമുക്കറിയാം കന്യാസ്ത്രീമാരുടെ പോരാട്ടം അത് ഇവിടെ അവസാനിക്കുന്നില്ല. നിയമ പോരാട്ടം തുടരും. അവർ അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. ഇപ്പോൾ 8 ദിവസം ഈ ജാമ്യത്തിന് വേണ്ടിയാണ് പോരാടിയതെങ്കിൽ അടുത്ത ദിവസങ്ങൾ ഇപ്പോൾ നമ്മൾ അകത്തോട്ട് പോവുകയാണ്. മഠത്തിനുള്ളിലേക്ക് നമുക്ക് എന്തായാലും അടങ്ങുന്നില്ല എന്നാണ് അന്ന് ആദ്യം കോടതി പരിഗണിക്കുന്ന സമയത്ത് പോലും ബജ്രംഗ് ദളിന്റെ ആഹ്ലാദ പ്രകടനവും ജാമ്യം നിഷേധിച്ച സമയത്തുള്ള അവരുടെ ആഹ്ലാദവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവരെത്രത്തോളം മോശമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലും മറ്റും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കന്യാസ്ത്രീകളോട് പെരുമാറിയത് നമ്മൾ കണ്ടതാണ്. അതിന് അവർക്ക് കൂടുതൽ ഊർജം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ്. അത് തന്നെ കൂടുതൽ ശക്തമായി തുടരാനുള്ള ഉദ്ദേശമാണോ ബജ്രംഗ് ദളിന്? അതന്നെ ഇപ്പോൾ നടന്നത്. ഇവിടെ ചില പ്രാദേശിക മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ ആക്രമിക്കാനടക്കമുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമ്മുടെ കേരളത്തിൽ നിന്നടക്കമുള്ള മാധ്യമപ്രവർത്തകർ നേരെ ചില പ്രാദേശിക മാധ്യമങ്ങൾ എത്തരത്തിലാണോ ബജ്രംഗ് ദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ ഒരു പ്രതിഷേധം സൃഷ്ടിച്ചത് അതേപോലെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ ഇത്തരം